പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോഴും അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ആംബിയർ CPIക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് മുൻപ് UDFിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും രണ്ടും കോൺഗ്രസിനായിരുന്നു. G കാർത്തികേയനൊക്കെ ആ സ്ഥാനം വഹിച്ചതുമാണ്. എന്നാൽ പിന്നീട് ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന് അതിനുള്ള അർഹതയുണ്ടെന്നും അതാണ് മുന്നണി സംവിധാനമെന്നും മനസ്സിലാക്കി സ്വമേധയാ കോൺഗ്രസ് അതിനെ വിട്ടു നൽകുകയായിരുന്നു. അതായത് ഒരു ബലാബലത്തിൽ കാണേണ്ടതല്ല, മറിച്ച് ഇത് മുന്നണി സംവിധാനത്തിൻ്റെ ഒരു മര്യാദയാണ് എന്ന് UDF മനസ്സിലാക്കി തന്നെയാണ് ആ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPI തർക്കം പരസ്യമായ പോരിലേക്ക് കടക്കുമ്പോൾ CPIക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കാരണം അത് ലഭിച്ചില്ല എങ്കിൽ CPI LDF വിട്ടു പോകുമോ എന്നുവരെ അഭ്യൂഹങ്ങളുണ്ട്. എവിടേക്ക് പോകും എന്നുള്ളത് മറ്റൊരു കാര്യം. കേരളത്തിൽ ഇത്രയും ശക്തമായ നിലയിൽ UDF നിൽക്കുമ്പോൾ LDFനെ ഭിന്നിപ്പിക്കുക എന്നല്ലാതെ അതിൽ CPIയെ UDF സ്വീകരിക്കുമോ എന്നൊന്നും വ്യക്തമല്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPIയുടെ മുഖപത്രം എഴുതിയ ഒരു ലേഖനം അത് വന്നതിന് പിന്നാലെയാണ് കാര്യങ്ങൾ ഏറെ വഷളായത്. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ധർമ്മടം മണ്ഡലത്തിൽ പിണറായിക്കൊപ്പം തന്നെ മുഴുവൻ സമയ പ്രചാരകനുമായിരുന്ന CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ജനയുഗത്തിൽ ലേഖനം എഴുതിയത് പിണറായി വിജയനെ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. അതിനുശേഷമാണ് CPIയുടെ വലുപ്പത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് CPM നേതാക്കൾ ഇങ്ങനെ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് CPM നേതാക്കൾ ഇപ്പോൾ കടുത്ത ഭാഷയിലാണ് CPIയെ വിമർശിക്കുന്നത്. 2 ലക്ഷം വോട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിനകത്ത് CPIക്ക് ഒറ്റയ്ക്ക് 5000 വോട്ട് കിട്ടുമോ എന്നുള്ളത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ തുറന്നടിക്കുമ്പോൾ അത് CPM നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെ എന്ന് വളരെ വ്യക്തമാണ്. എന്നും സമ്മർദ്ദതന്ത്രം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI എന്ന് കുറ്റപ്പെടുത്തിയ CPM ഇടതുപക്ഷ ഐക്യം വേണമെങ്കിൽ CPM സഹിച്ചുകൊള്ളണം എന്നുള്ളതാണ് CPIയുടെ നിലപാടെന്നും അതിനി നടക്കില്ല എന്നുള്ള താക്കീതും നൽകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PM ശ്രീ എന്ന പദ്ധതിയെക്കുറിച്ച് അതൊരു വിപ്ലവായുധമായി കണ്ട് CPMനെ വരച്ച വരയിൽ നിർത്താൻ നോക്കി എന്നുള്ളതാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അകത്ത് നിന്ന് ആക്രമിച്ച് സർക്കാരിനെ നാണം കെടുത്തിയതും CPI ആണ് എന്നും CPM തുറന്നടിക്കുകയാണ്. അതിൻ്റെ തുടർച്ച കൂടിയാണ് നിയമസഭയിലെ തോൽവിയെന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ആഞ്ഞടിക്കുമ്പോൾ പിണറായി വിജയനെതിരെ ഓങ്ങിവെച്ചത് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. സമ്മർദ്ദതന്ത്രത്തിൽ അനർഹമായതാണ് CPI അനുഭവിക്കുന്നത് എന്ന് ഓർക്കുന്നില്ല എന്നുവരെ CPM പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് വരെയില്ലാത്ത കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് വേണമെന്ന് CPI ആവശ്യപ്പെടുന്നത് എന്നും CPM വ്യക്തമാക്കുകയാണ്. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതും CPM ഇപ്പോൾ CPIയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പഴയ കാലം മുതൽ തന്നെ CPI നടത്തി വന്ന എല്ലാ കാര്യങ്ങളും തുറന്നടിക്കുമ്പോൾ CPIക്കും ചില രഹസ്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ രായ്ക്ക് രാമാനം പോയി BJP RSS സഖ്യത്തിൻ്റെ കാലും പിടിച്ച് ഒപ്പിട്ടു നൽകിയ ആ പദ്ധതി അത് പല രഹസ്യങ്ങളും ഉള്ളതാണെന്നും അത് CPI വകവെച്ചു കൊടുത്തുവെങ്കിലും അതിലെ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയാനുണ്ട് എന്നുള്ള ഒരു സൂചനയും CPI നൽകുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി CPI കോൺഗ്രസിനൊപ്പം ചേർന്ന ചരിത്രമുണ്ട് എന്ന് CPM സംസ്ഥാന അംഗവും അതുപോലെ തന്നെ മുൻ മന്ത്രിയുമായ ശിവൻകുട്ടിയും ആഞ്ഞടിച്ചത് ഇത് CPM നേതാക്കൾ എല്ലാം ചേർന്ന് CPIയെ ആക്രമിക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ സംബന്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞതാണ് ശരിയെന്ന് ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. അതായത് ഞാനാണ് പ്രതിപക്ഷ നേതാവെന്നും തൻ്റെ ഒരു കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് അത് CPM നേതാവിന് തന്നെ ഉപനേതാവ് സ്ഥാനം നൽകുമെന്നുള്ള പിണറായി വിജയൻ്റെ ഉറച്ച നിലപാട് CPIയെ ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്നുള്ളത് എൻ്റെ സൂചന തന്നെയാണ് നൽകുന്നത്. അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് താൻ കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂവെന്നും CPM നേതാവ് തന്നെ ആ പദവിയിലെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ച്
പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രതീക്ഷകളും വെടിയുകയാണ് CPI. അതുകൊണ്ട് ഇനി അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിൽ CPM വരുത്തിവച്ച പല പ്രശ്നങ്ങളും അതുപോലെ CPMൻ്റെ രഹസ്യങ്ങളും പുറത്തുവിടാനാണ് CPI നിൽക്കുന്നത്. എല്ലാം താനാണെന്ന ഭാവമാണ് പിണറായിക്ക് ഉള്ളത് എന്നടക്കമുള്ള വിമർശനങ്ങൾ CPI ഉന്നയിച്ചതോടെ ഒരു കൊടുങ്കാറ്റാണ് LDFനകത്ത് വരാനുള്ളത് എന്ന് വ്യക്തമായിരിക്കുന്നു. എല്ലാ തട്ടിപ്പും അഴിമതിയും കൊണ്ട് കളഞ്ഞുകുളിച്ച പിണറായി വിജയനെ ഇനി ബഹുമാനിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPI നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നത്. അവർക്ക് ഈ സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ മുന്നണി വിടാനുള്ള സാധ്യതയും അവർ തേടും. ഇല്ലെങ്കിൽ സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളും CPI തേടുമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ കിട്ടിയത് മെച്ചമെന്നും നേടിയെടുക്കുന്നത് അവകാശമാണ് എന്നുള്ളതും CPI ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്.